ഇന്ന് നമുക്ക് ആസിഫ് അലിയും അപർണ ബാലമുരളിയും കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന ഒരുപാട് ട്വിസ്റ്റുകളൊക്കെ നിറഞ്ഞ സസ്പെൻസ് ത്രില്ലർ മലയാള സിനിമയായ മിറാഷിന്റെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കും മുമ്പ് വീഡിയോ ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ കോയമ്പത്തൂരേക്ക് പോകുന്ന കിരണിനെ കാണിക്കുന്നു. പാലക്കാട് വെച്ച് കിരൺ യാത്ര ചെയ്യുന്ന ട്രെയിനിലെ 3 ബോഗികൾ കായലിലേക്ക് മറഞ്ഞു. ആ വാർത്തയാണിപ്പോൾ ന്യൂസിലൊക്കെ കാണിക്കുന്നത്. അതേസമയം തന്നെ യൂട്യൂബറായ അശ്വിനെ കാണിക്കുന്നു. അശ്വിനാണ് കഥാനായകൻ. അശ്വിനാണെങ്കിലോ ട്രെയിൻ മറിഞ്ഞ ന്യൂസാണിപ്പോൾ വീഡിയോ ചെയ്യുന്നതും. എന്നാൽ അശ്വിന്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, നീ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്താലൊന്നും റീച്ച് കിട്ടുമെന്ന് തോന്നുന്നില്ല. വല്ല അഴിമതി വീഡിയോസോ വല്ലതും ചെയ്യുന്നതാണ് നല്ലത്. നീ ആ രാജ്കുമാറിന് പിന്നാലെ പോയിട്ട് എന്തായി എന്ന് ചോദിക്കും. അതേസമയം തന്നെ രാജ്കുമാറിനെ കാണിക്കുന്നു. ഈ രാജ്കുമാർ ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് ആണ്. രാജ്കുമാറിനടുത്തെത്തിയ സിസ്റ്റം എഞ്ചിനീയറായ അനന്ത് പറയുന്നുണ്ട്, നമ്മുടെ സിസ്റ്റത്തിലെ ഡേറ്റ എല്ലാം കിരൺ കോപ്പി ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അനന്ത് പറയുന്നു. അത് കേട്ടതും രാജ്കുമാറിന് ഒരുപാട് ടെൻഷനായി. രാജ്കുമാറിന്റെ ഓഫീസിലാണ് കിരൺ വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നായികയെ അഭിരാമിയെ കാണിക്കുന്നു. രാജ്കുമാറിന്റെ ഓഫീസിലെ ഒരു സ്റ്റാഫാണ് ഈ അഭിരാമി. അഭിരാമിയും കിരണും റിലേഷൻഷിപ്പിലാണ്. കിരണിനെ വിളിച്ചിട്ട് കിട്ടുന്നതേയില്ല, ഫോൺ സ്വിച്ച് ഓഫും. അതുകൊണ്ട് തന്നെ തന്റെ കൂട്ടുകാരിയായ ഋതികയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. കിരണിനെ കാണാനില്ല എന്ന് അവൾ സ്റ്റേഷനിൽ കംപ്ലൈന്റും ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം അഭിരാമിയെയും ഋതികയെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ്. കാരണം അന്നേ ദിവസം ആക്സിഡന്റ് ആയ ട്രെയിനിൽ കിരണും ഉണ്ടായിരുന്നു. കിരണിന്റെ ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്. 3-4 ദിവസമായതിനാൽ തിരിച്ചറിയാൻ പറ്റാത്ത വിധം ബോഡി അഴുകിയിരുന്നു. അതുകൊണ്ട് തന്നെ പേഴ്സണൽ തിങ്സും ID കാർഡും ഒക്കെ വെച്ചാണ് അത് കിരണാണെന്ന് തിരിച്ചറിഞ്ഞതും. അതോടെ അഭിരാമി തകർന്നു പോയി. കിരണിന്റെ മരണം അറിഞ്ഞ രാജ്കുമാർ ആണെങ്കിലോ തന്റെ കൂട്ടാളിയായ റിയാസിനോട് പറയുന്നുണ്ട്, കിരൺ എല്ലാ ഡേറ്റയും കോപ്പി ചെയ്തെന്നും അത് പുറത്തായാൽ തന്റെ സാമ്രാജ്യം നശിക്കുമെന്നും പറയും. റിയാസ് പറയുന്നത്, സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട, കിരൺ നമ്മുടെ ഓഫീസിലെ അഭിരാമി എന്ന പെൺകുട്ടിയുമായി അടുപ്പത്തില. പെൻഡ്രൈവിനെ കുറിച്ച് ചിലപ്പോൾ അവൾക്കറിയാമായിരിക്കുമെന്നും റിയാസ് പറയുന്നു. എന്നാൽ അഭിരാമിയാണെങ്കിലോ കിരണിന്റെ മരണശേഷം ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ തന്നെയാണ്. കൂട്ടിന് ഋതികയുമുണ്ട്. അതേസമയം തന്നെയായിരുന്നു കിരണിനെ കുറിച്ച് അന്വേഷിക്കുവാനായിട്ട് SP അറുമുഖം എത്തുന്നതും. കിരൺ ചെന്നൈയിലേക്ക് പോയെന്ന എന്നോട് പറഞ്ഞത്. പിന്നെ എങ്ങനെ അവൻ പാലക്കാട് എത്തിയതെന്ന് എനിക്കറിയില്ല എന്നും അഭിരാമി പറയും. കിരൺ ഒരു പെൻഡ്രൈവിൽ സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കോപ്പി ചെയ്തിരുന്നു. അതിനെപ്പറ്റി അറിയുവാനായിട്ടാണ് താൻ വന്നതെന്നും SP പറയും. പെൻഡ്രൈവിനെ പറ്റി തനിക്ക് ഒന്നും തന്നെ അറിയില്ല എന്നും അഭിരാമി പറയുന്നു. SP പോയ ഉടനെ തന്നെ അശ്വിനാണെങ്കിലോ അഭിരാമിയെ കാണുവാനായും എത്തുന്നുണ്ട്. താനൊരു ഓൺലൈൻ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടർ ആണെന്നും നിങ്ങൾ ജോലി ചെയ്യുന്ന രാജ്കുമാറിന്റെ ഓഫീസിൽ ഒരുപാട് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട്. അതെല്ലാം കിരൺ ഒരു പെൻഡ്രൈവിൽ കോപ്പി ചെയ്തത് SP ഏൽപ്പിക്കുവാനായിട്ടായിരുന്നു പ്ലാൻ. അതിനെപ്പറ്റി അന്വേഷിക്കുവാനായിട്ടാണ് SP എത്തിയിരിക്കുന്നത്. നിങ്ങൾ പേടിക്കേണ്ടത് SP അല്ല, രാജ്കുമാറിനെയാണ്. നിങ്ങളുടെ ജീവൻ ആപത്താണെന്നും സൂക്ഷിക്കണമെന്നും അശ്വിൻ പറയുന്നുണ്ട്. എന്നാൽ ഋതികയാണെങ്കിലോ അശ്വിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് ഓഫീസിലേക്കും പോകുന്നുണ്ട്. അശ്വിനും ഋതികയും പോയ ഉടനെ തന്നെ റിയാസ് അവിടേക്ക് വന്ന് അഭിരാമിയെ ഒരുപാട് ഉപദ്രവിക്കുകയും പെൻഡ്രൈവ് ചോദിച്ച് വിരട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അഭിരാമിക്ക് പെൻഡ്രൈവിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് മനസ്സിലാക്കിയ റിയാസ്, ഇതിനെപ്പറ്റി പോലീസിൽ അറിയിക്കാൻ നോക്കിയാൽ നിന്നെ കൊന്നുകളയുമെന്ന് വിരട്ടിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നതും. അതെല്ലാം അശ്വിൻ കാണുന്നുണ്ടായിരുന്നു. റിയാസ് പോയതും അഭിരാമിക്ക് അടുത്തേക്ക് എത്തിയ അശ്വിൻ ഇതിന് പിന്നിലുള്ള കാര്യങ്ങളെല്ലാം കണ്ടെത്തുവാനായും തീരുമാനിക്കും. കൂടെ അഭിരാമിയും ചേരുന്നുണ്ട്. മാത്രവുമല്ല, ഈ അഭിരാമിയാണെങ്കിലോ കിരൺ ജോലി ചെയ്തിരുന്ന ഓഫീസിലെത്തി അവന്റെ ക്യാബിന് താഴെയായിട്ട് ചെറിയൊരു ലോക്കർ പോലെ സെറ്റപ്പ് ഉണ്ട്. അത് തുറന്നു നോക്കുകയാണ്. അത് തുറന്നു നോക്കുന്ന സമയത്ത് ഒരു ചാവി കിട്ടും. മുൻപ് കിരൺ അത് തുറന്നു നോക്കുന്നത് അഭിരാമി കണ്ടിരുന്നു. മാത്രവുമല്ല, തന്റെ പേരിൽ കിരൺ ഒരു ബാങ്ക് ലോക്കർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിലുണ്ടാകുമ്പോൾ പെൻഡ്രൈവ് എന്ന സംശയവും അഭിരാമി പ്രകടിപ്പിക്കുന്നു. ബാങ്ക് ലോക്കർ ഓപ്പൺ ആക്കി നോക്കിയപ്പോഴോ അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവർക്ക് കിരണിന്റെ ക്യാബിനിൽ നിന്ന് കിട്ടിയ ആ ഒരു ചാവിയില്ലേ, അത് വല്ല ലോക്കറിന്റെ ചാവിയാണോ എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് ആ ഒരു ബാങ്കിലെ സ്റ്റാഫിനോട് തിരക്കി നോക്കുന്നു. പക്ഷേ അവർക്ക് ആ ചാവിയെ പറ്റി ഒന്നും തന്നെ അറിയത്തില്ലായിരുന്നു. ഒരുപാട് നമ്പേഴ്സ് എഴുതിയ ചാവിയായിരുന്നു അത്. എന്നാൽ അശ്വിൻ ആണെങ്കിലോ ചാവിയിലെ നമ്പേഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം കണ്ടെത്തുകയാണ്. നമ്പേഴ്സിലെ ആദ്യത്തെ 6 അക്കം ലോക്കറുള്ള ലൊക്കേഷന്റെ പിൻകോഡാണ്. അവസാനത്തെ 3 അക്കം അതിന്റെ പാസ്വേഡുമാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലുള്ള ഒരു പ്രൈവറ്റ് ലോക്കറിന്റെ ചാവിയാണതെന്നും അശ്വിൻ പറയുന്നു. ഓ, ചിലപ്പോൾ അത് എടുക്കുവാനായിരിക്കും അവൻ ട്രെയിനിൽ പോയതെന്നും അഭിരാമി പറയുമ്പോഴോ, എങ്കിലവൻ ചാവി എടുക്കണ്ടേ എന്ന സംശയവും അശ്വിൻ പറയുന്നു. നമുക്ക് കോഴിക്കോട് പോയി ആ ലോക്കർ എന്താണെന്ന് നോക്കാമെന്നും അഭിരാമി പറയുന്നു. പക്ഷേ അത് റിസ്ക് ആണ്. രാജ്കുമാറിന്റെ ആളുകളാണെങ്കിലോ അഭിരാമിയുടെ പിന്നാലെയുള്ള കാര്യം അശ്വിൻ അറിയാമായിരുന്നല്ലോ. അഭിരാമിയുടെ ഫോൺ കൂട്ടുകാരിയെ ഏൽപ്പിച്ചിട്ട് കോഴിക്കോടേക്ക് അവർ പോകുവാനായും തീരുമാനിക്കുന്നു. പോലീസും റിയാസും ഒക്കെ ഫോൺ ട്രേസ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ.
അങ്ങനെ രണ്ടുപേരും കൂടി കോഴിക്കോടേക്ക് എത്തി. ലോക്കർ തുറന്നു നോക്കിയപ്പോൾ കുറച്ച് ഫോട്ടോസും അമ്മയുടെ പേരിലുള്ള ചെക്കുമായിരുന്നു കിട്ടിയിരുന്നത്. ചെക്കിലുള്ള അഡ്രസ്സ് കണ്ടെത്തി കിരണിന്റെ വീട്ടിലെത്തി. കിരൺ മരിച്ച കാര്യമാണെങ്കിലോ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. കിരണിന്റെ അമ്മയോട് സംസാരിക്കവേ കിരണിന്റെ ഒരു ഫോട്ടോ അഭിരാമി കാണും. അതിൽ അമലെന്നായിരുന്നു എഴുതിയിരുന്നതും. കിരണിന്റെ പഴയ പേര് അമലായിരുന്നു എന്നവൾ ചോദിക്കുമ്പോൾ അമ്മ ഒന്നും മിണ്ടാതെ അവരെ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് ചെയ്തത്. എന്തോ വശപിശക്ക് തോന്നിയത് കൊണ്ട് തന്നെ അമ്മയെ നാളെ കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് തീരുമാനിച്ച് രണ്ടുപേരും റൂം എടുക്കുന്നു. എങ്ങനെയെങ്കിലും പെൻഡ്രൈവ് കണ്ടെത്തി രാജ്കുമാറിനെ ഏൽപ്പിച്ചിട്ട് പ്രശ്നം തീർക്കാനാണ് അശ്വിന്റെ പ്ലാൻ. പോലീസിനോട് കിട്ടിയില്ലെന്ന് കള്ളം പറയാമെന്നായിരുന്നു അവർ തീരുമാനിച്ചതും. എന്നാൽ അവർ താമസിക്കുന്ന അതേ ഹോട്ടലിലേക്ക് റിയാസ് എത്തുകയാണ്. തോക്കു ചൂണ്ടി രണ്ടാളെയും വിരട്ടും. ലോക്കറിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളെല്ലാം അവർ റിയാസിന് കാണിച്ചു കൊടുത്തു. പെൻഡ്രൈവ് കിട്ടിയാൽ ഉടനെ തന്നെ ഏൽപ്പിക്കണമെന്നും നിങ്ങൾക്ക് പിന്നാലെ തന്നെ ഞാനുണ്ടെന്നും വിരട്ടിയിട്ടാണ് റിയാസ് അവിടെ നിന്ന് പോകുന്നതും. ഇത്രയും രഹസ്യമായി പ്ലാൻ ചെയ്ത് ഇവിടെ വന്നത് എങ്ങനെ റിയാസ് അറിഞ്ഞു എന്ന സംശയമാണ് രണ്ടാൾക്കും. മാത്രവുമല്ല, കിരണിന്റെ ആ ഒരു ലോക്കറിൽ നിന്ന് കിട്ടിയ ഫോട്ടോയൊക്കെ നോക്കുന്ന സമയത്ത് കിരണിന്റെ ഒരു ക്വാർട്ടേഴ്സിന് മുന്നിൽ നിന്നെടുത്ത ഫോട്ടോ കാണുന്നു. ഉടനെ തന്നെ രണ്ടാളും ആ ക്വാർട്ടേഴ്സിലേക്ക് പോയി നോക്കും. അവിടെ ആരോ വന്ന് ക്വാർട്ടേഴ്സിനും തീ വയ്ക്കുന്നു. അതോടെ അശ്വിനും അഭിരാമിയും ക്വാർട്ടേഴ്സിനുള്ളിലായി. അവിടെയാണ് ഒരു ട്വിസ്റ്റ്. ക്വാർട്ടേഴ്സ് കത്തിച്ചത് മറ്റാരുമല്ല, കിരണാണ്. കിരൺ മരിച്ചിട്ടില്ല. കിരൺ അവിടെ നിന്ന് പോയതും അശ്വിനും അഭിരാമിയും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. അഭിരാമി ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. അവിടേക്ക് ഋതികയും വരും. നടന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അശ്വിൻ നടന്ന കാര്യങ്ങളെല്ലാം അവളോട് തുറന്നു പറയും. കിരൺ ജീവനോടെയുണ്ടെന്ന് ഋതികയ്ക്ക് വിശ്വാസം വന്നില്ല. അവരാണ് ഡെഡ് ബോഡി അടക്കം ചെയ്തതും എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളത് കിരണാണെന്ന് തിരിച്ചറിഞ്ഞത് പേഴ്സും ID കാർഡും ഒക്കെ വെച്ചല്ലേ, അല്ലാതെ ഡെഡ് ബോഡി തിരിച്ചറിഞ്ഞതല്ലല്ലോ. ആദ്യം കരുതിയത് രാജ്കുമാർ കൊന്നിട്ട് ഡെഡ് ബോഡി കൊണ്ടിട്ടതാകുമെന്നാ. പക്ഷെ അല്ല, കിരൺ തന്നെ താൻ മരിച്ചെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. മറ്റേതോ ഡെഡ് ബോഡിയിൽ തന്റെ സാധനങ്ങളെല്ലാം കൊണ്ട് വെക്കുകയാണ് ചെയ്തത്. അതെന്തിനായിരിക്കുമെന്നറിയണമെങ്കിൽ അഭിരാമി കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മളോട് തുറന്നു പറയണമെന്നും അശ്വിൻ പറയുന്നു. അത് കേട്ട് അഭിരാമി കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയുകയാണ്. അഭിരാമിക്ക് പെൻഡ്രൈവിന്റെ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു. സിസ്റ്റം എഞ്ചിനീയറായ അനന്തുവിന് 1 കോടി കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഡേറ്റ കോപ്പി ചെയ്യിപ്പിച്ചത്. എന്നാൽ പെൻഡ്രൈവ് കിട്ടിയതും കിരൺ ആണെങ്കിലോ കാശ് പിന്നെ തരാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറി. അതിനെ ചൊല്ലി കിരണും അഭിരാമിയും തമ്മിൽ വഴക്കുണ്ടായിരുന്നു. പിന്നെ അവനോടൊപ്പം നിന്ന എന്നെ എന്തിനവൻ കൊല്ലാൻ ശ്രമിച്ചെന്ന് അറിയില്ല എന്നും അഭിരാമി പറയും. അപ്പോഴാണ് കഥയിൽ മറ്റൊരു ട്വിസ്റ്റ്. റിയാസിന് എല്ലാ കാര്യങ്ങളും ചോർത്തി കൊടുത്തുകൊണ്ടിരുന്നത് മറ്റാരുമല്ല, അഭിരാമിയുടെ ബെസ്റ്റ് ഫ്രണ്ടായ ഋതിക തന്നെയായിരുന്നു. എന്നാൽ മറ്റൊരു വശത്ത് കിരണിനെ കാണിക്കുകയാണ്. കിരൺ പ്രകാശ് എന്ന ആളിനടുത്ത് എത്തിയിരിക്കുന്നുണ്ട്. രാജ്കുമാറിനെ പോലെ തന്നെ ഒരാളാണ് ഈ പ്രകാശ്. രാജ്കുമാറിനെ തകർത്ത് ആ ഒരു പൊസിഷനിൽ വരണമെന്നാണ് പ്രകാശിന്റെ ആഗ്രഹവും. അതുകൊണ്ട് തന്നെ കിരൺ ആ ഒരു പെൻഡ്രൈവ് പ്രകാശിന് വിൽക്കും. പ്രകാശ് ആണെങ്കിലോ പെൻഡ്രൈവ് ചെക്ക് ചെയ്യുമ്പോൾ പെൻഡ്രൈവ് എംറ്റി ആയിരുന്നു. അനന്തുവിന് കാശ് കൊടുക്കാത്തതിനാൽ അവൻ ചെയ്ത പണിയായിരിക്കുമെന്ന് കിരണിന് മനസ്സിലായി. മാത്രവുമല്ല, അഭിരാമിക്കിട്ട് പണി കൊടുക്കണമെന്നും കിരൺ പറയുന്നുണ്ട്. അനന്തുവിനെ പൊക്കാനായിട്ട് പ്രകാശ് ആളിനെ അയക്കുകയും ചെയ്യും. ഒപ്പം കിരൺ ആണെങ്കിലോ അനന്തുവിനെ ഫോൺ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. 1 കോടി രൂപ ഞാൻ തരാം, എങ്ങനെ അയക്കണമെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ ഉടനെ തന്നെ കോള് കട്ട് ചെയ്ത് കളഞ്ഞ് സിമ്മും മാറ്റുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അഭിരാമിയാണെങ്കിലോ നമുക്ക് അനന്തുവിനെ പോയി കണ്ടാലോ എന്ന് ചോദിച്ച് പോകുവാനായി ഒരുങ്ങുമ്പോഴാണ് SP അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതും. എന്നാൽ അപകടം സംഭവിച്ച അതേ സമയം അതേ സ്ഥലത്ത് അഭിരാമിയുടെ കാർ ഉണ്ടായിരുന്നു എന്നതിന് തെളിവായിട്ട് CCTV ഫുട്ടേജും കാണിച്ചു കൊടുക്കുന്നു. അപ്പോഴാണ് വീണ്ടും ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി അഭിരാമി പറയുന്നത്. SP കാണുവാൻ വേണ്ടിയിട്ടാണ് അഭിരാമിയും കുട്ടി കിരൺ അവിടേക്ക് പോയതും. എന്നിട്ട് SP വിളിക്കുകയുണ്ടായി. എന്നാൽ പിന്നീടാണ് മനസ്സിലായത് പ്രകാശിന്റെ നമ്പർ SP എന്ന പേരിൽ സേവ് ചെയ്തിട്ട് വിളിപ്പിച്ചതാണെന്നും തന്നെ കൊല്ലുവാനായിട്ടാണ് അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോയതെന്നും അവൾക്ക് മനസ്സിലായി. സത്യം മനസ്സിലാക്കിയ അഭിരാമിയാണെങ്കിലോ കിരണിന്റെ തലക്കടിച്ചു. കിരൺ ബോധമറ്റ് താഴെ വീണു. അവൻ മരിച്ചുവെന്ന് കരുതിയാണ് അവന്റെ ഡെഡ് ബോഡി അവിടെയുള്ള പുഴയിലേക്ക് എടുത്തിട്ടതെന്നും അഭിരാമി പറയും. പുഴയിൽ നിന്ന് കിട്ടിയ ഡെഡ് ബോഡി കിരണിന്റേതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സേഫ് ആണെന്നും അഭിരാമിയോട് SP പറയുന്നു. രാജ്കുമാറിന്റെ ആളുകളാണെങ്കിലോ ഞങ്ങളുടെ പിന്നാലെയുണ്ട് എന്ന് പറയുമ്പോൾ പിന്നാലെയല്ല, നിങ്ങളുടെ ഒപ്പമുണ്ടെന്ന് പറഞ്ഞ് ഋതിക റിയാസുമായി സംസാരിക്കുന്ന വോയിസ് റെക്കോർഡൊക്കെ SP കേൾപ്പിച്ചു കൊടുക്കുന്നു. ഋതിക അവളുടെ സാഹചര്യം കൊണ്ടത് ചെയ്തതാണെന്നും നിങ്ങളെ അവൾ ഒരുപാട് സേഫ് ആക്കാൻ ശ്രമിച്ചുവെന്നും SP പറയുന്നുണ്ട്. ഋതികയുടെ ഫാമിലിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് അവളെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിച്ചത്. അതെല്ലാം പറഞ്ഞ അഭിരാമിക്ക് അവളോട് ദേഷ്യമൊന്നും തോന്നുന്നില്ല. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം കേട്ട അശ്വിനാണെങ്കിൽ ഞെട്ടിപ്പോകും. ഇത്രയും ഒളിപ്പിച്ചു വെച്ച ഇവർക്ക് ഇനി എന്റെ ആവശ്യമില്ലല്ലോ എന്നവൻ പറയുമ്പോൾ ഇനിയാണ് ഇവർക്ക് നിന്റെ ആവശ്യം. പെൻഡ്രൈവ് കിട്ടുമ്പോൾ അതിലെ ഡേറ്റ നീയും കോപ്പി ചെയ്തോ എന്ന് SP പറയുന്നു. അതേസമയം അവർക്ക് അനന്തുവിന്റെ കോൾ വരും.
അനന്തുവിനെ അവർ കാണാനായി എത്തുമ്പോഴോ കിരൺ വിളിച്ച കാര്യം അവൻ പറയുന്നു. പെൻഡ്രൈവ് ഓപ്പൺ ആക്കണമെങ്കിൽ ഒരു ഡീസ്ക്രിപ്ഷൻ കീ വേണം. അത് ഇൻസ്റ്റാൾ ചെയ്യാതെ ഓപ്പൺ ആക്കാനാകില്ല എന്നുള്ള കാര്യം അനന്ത് പറയുന്നു. അതേസമയം തന്നെ അനന്തുവിനെ പിടികൂടുവാനായിട്ട് പ്രകാശിന്റെ ആളുകളും എത്തുന്നുണ്ട്. അവരിൽ നിന്നും അശ്വിനും അഭിരാമിയും അനന്തുവിനെ രക്ഷിച്ചുകൊണ്ട് പോകുമ്പോഴാണ് അനന്തുവിന് അവരിൽ നിന്നും വെടിയേൽക്കുന്നതും. അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും വഴി ആ ഒരു ഡീസ്ക്രിപ്ഷൻ കീയും കിരൺ വിളിച്ച നമ്പരും അഭിരാമിയെ ഏൽപ്പിക്കുന്നുണ്ട്. SP സഹായത്തിൽ അനന്തുവിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. നടന്ന കാര്യങ്ങളെല്ലാം SP പറയുന്നുമുണ്ട്. ആനന്ദ് കൊടുത്ത നമ്പറിലേക്ക് അഭിരാമി കോൾ ചെയ്യുകയാണ്. പക്ഷേ കോൾ എടുക്കുന്നത് പ്രകാശായിരുന്നു. ഡീസ്ക്രിപ്ഷൻ കീ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് വേണമെങ്കിൽ 1 കോടിക്ക് തുല്യമായിട്ടുള്ള ഡോളർ തരണം. മാത്രവുമല്ല കിരണിനെയും കൂട്ടിക്കൊണ്ടുവരണം, പെൻഡ്രൈവിന്റെ കോപ്പിയും തരണമെന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞതനുസരിച്ച് പ്രകാശും കിരണും വേഷം മാറി അഭിരാമിയെ കാണുവാനായും എത്തി. കീയും കൈമാറി, ഒപ്പം കാശും പെൻഡ്രൈവിന്റെ കോപ്പിയും അഭിരാമി വാങ്ങി. എന്നാൽ കിരണിന്റെ പ്ലാനാണെങ്കിലോ അഭിരാമിയെ കൊല്ലുക എന്നതായിരുന്നു. അതിനായിട്ടവൻ തോക്കും കരുതിയിട്ടുണ്ട്. എന്നാൽ ഋതിക പറഞ്ഞിട്ടെത്തിയ റിയാസ് ആണെങ്കിലോ പ്രകാശിനെ വെടിവെച്ച് കൊന്നു. അത് കണ്ടിറങ്ങിയോടിയ കിരണിനെയും പിടികൂടിയ റിയാസ് ആണെങ്കിൽ കിരണിനെയും വെടിവെച്ച് കൊല്ലുകയാണ്. എന്നിട്ട് അഭിരാമിയും പിടികൂടി. അവിടെ എത്തിയ SP ടീമും റിയാസിന്റെ കയ്യിൽ നിന്നും അഭിരാമിയെ രക്ഷിക്കുകയാണ്. എല്ലാ പ്രശ്നങ്ങളും അവിടെ അവസാനിച്ചു എന്ന് കരുതും. പക്ഷേ ഇല്ല. അഭിരാമിയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന കാര്യം കൂടി അശ്വിനോട് തുറന്നു പറയുകയാണ്. സത്യത്തിൽ അഭിരാമിയുടെ പേര് അഞ്ജലി എന്നായിരുന്നു. അവൾക്ക് പൂർണിമ എന്ന ചേച്ചിയും ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും 2 മക്കളും ഖത്തറിലായിരുന്ന സമയം. അവരുടെ അച്ഛനാണെങ്കിലോ മരിച്ചതിനു ശേഷം അമ്മ അവരെ കഷ്ടപ്പെട്ടാണ് വളർത്തിയതും. ഒരു ദിവസം അഭിരാമിയും പൂർണിമയും ഫ്ളാറ്റിന്റെ ടെറസിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഏതോ 2 ആൺപിള്ളേരാണെങ്കിലോ അവിടേക്ക് വന്നിട്ട് അഭിരാമിക്ക് ചോക്ലേറ്റും കൊടുത്തിരുത്തി പൂർണിമയെ കൊണ്ടുപോയി റേപ്പ് ചെയ്യുന്നു. എന്താണ് സംഭവിക്കുന്നതെന്നും കുഞ്ഞായിട്ടുള്ള അഭിരാമിക്ക് മനസ്സിലാകുന്നതേയില്ല. എന്നാൽ അതിൽ മനം നൊന്ത് പൂർണിമ ടെറസിൽ നിന്നും താഴേക്ക് എടുത്തു ചാടി മരിച്ചു. അതോടുകൂടി അമ്മയുടെ സമനില തെറ്റി. പിന്നീട് അവർ 2 പേരും നാട്ടിലേക്ക് വരികയുണ്ടായി. ബന്ധുക്കളുടെ സഹായത്തിലാണ് അഭിരാമി പഠിച്ചതും. പിന്നീട് അവൾ നഴ്സിംഗിന് ചേരുകയും ചെയ്തു. അപ്പോഴായിരുന്നു അമ്മയുടെ മരണവും. അതോടെ തന്റെ കുടുംബത്തിന്റെ നാശത്തിന് കാരണമായവരെ കണ്ടെത്തി നശിപ്പിക്കണമെന്ന വാശിയായി അവൾക്ക്. ആദ്യം അവൾ കണ്ടെത്തിയത് കിരൺ എന്ന കള്ളപ്പേരിൽ ജീവിക്കുന്ന അമലിനെയാണ്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിംഗ് പഠിച്ച് കിരണിന്റെ ഓഫീസിൽ തന്നെ അവൾ ജോലിക്ക് കയറി. കിരണിനെ പ്രണയിക്കും വിധം അഭിനയിച്ചു. കിരണിന്റെ കൂട്ടുകാരനായ പ്രകാശിനെയും കണ്ടെത്തി. 2 പേർ ചേർന്നാണല്ലോ പൂർണിമയെ റേപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കിരണിന്റെയും പ്രകാശിന്റെയും മരണത്തോടുകൂടി അഭിരാമിയുടെ പ്രതികാരവും തീർന്നു. ഇതെല്ലാം കേട്ട അശ്വിൻ ആരെ വിശ്വസിക്കണം, എന്ത് വിശ്വസിക്കണം എന്നറിയാതിരിക്കുകയാണ്. നിങ്ങൾ ചെയ്തത് ആൾമാറാട്ടമാണ്. നിങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങൾ വെച്ച് അതൊന്നും ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നുവെന്നും SP പറയുന്നു. അതോടെ അശ്വിനും അഭിരാമിയും പോകുവാനായി ഇറങ്ങും. ഇനി പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നും അഭിരാമി അശ്വിനോട് തുറന്നു പറയും. അവർക്ക് 2 പേർക്കുമിടയിൽ ചെറിയൊരു ക്രഷൊക്കെ ഉണ്ടാവുകയാണ്. അവർ പോയി കഴിഞ്ഞ ഉടനെ തന്നെ ഒരു പോലീസ് ഓഫീസർ SP അടുത്തേക്ക് എത്തിയിട്ട് കിരണിനൊപ്പം ചേർന്ന് പൂർണിമയെ റേപ്പ് ചെയ്തത് പ്രകാശല്ല, ആനന്ദ് ശങ്കർ എന്ന ആളാണെന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് കാണിച്ചു കൊടുക്കുന്നു. അതിലുണ്ടായിരുന്ന ഫോട്ടോ കണ്ട് SP ഞെട്ടും. അവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. ആ ആനന്ദ് ശങ്കർ മറ്റാരുമല്ല, ഇത്രയും നാൾ അഭിരാമിക്കൊപ്പം നടന്ന അശ്വിനാണ്. കുട്ടിക്കാലത്തെ ഫ്രണ്ട്സ് ആയിരുന്നു കിരണും അശ്വിനും. അവർ രണ്ടാളും ചേർന്നാണ് പൂർണിമയെ റേപ്പ് ചെയ്തത്. പിന്നീട് അവർ വളർന്നു വലുതായപ്പോൾ രാജ്കുമാറിനെതിരായി നിന്ന് അയാളുടെ ഡേറ്റയെല്ലാം കളക്ട് ചെയ്ത് ബ്ലാക്ക്മെയിൽ ചെയ്ത് പണമുണ്ടാക്കലായിരുന്നു അവരുടെ ലക്ഷ്യം. വിവരമറിഞ്ഞ SP ഉടനെ തന്നെ അഭിരാമിയെ വിളിക്കുന്നു. പ്രകാശ് അല്ല രണ്ടാമത്തെയാൾ, നിന്റെ കൂടെയുള്ള അശ്വിനാണ്. നീ സൂക്ഷിക്കണം. ഞങ്ങൾ വരുന്നതുവരെ എങ്ങനെയെങ്കിലും അവൻ ഈ കാര്യം അറിയാതെ നീ ഡീല് ചെയ്യണമെന്നും SP അഭിരാമിയോട് പറയുന്നു. പക്ഷേ അഭിരാമിക്കാണെങ്കിലോ അത് കേട്ടതും വല്ലാതെ പേടിയാകുവാനായും തുടങ്ങി. അഭിരാമി സത്യം അറിഞ്ഞുവെന്ന് മനസ്സിലാക്കിയ അശ്വിൻ പറയും, കുട്ടിക്കാലത്ത് അറിയാതെ ചെയ്തൊരു തെറ്റ്. അത് വലുതായിട്ടും എന്നെ തേടി വരുമെന്ന് ഞാൻ കരുതിയില്ല. നിന്നെ ഞാനൊന്നും ചെയ്യില്ല. ആ 1 കോടി ഡോളർ നീ എനിക്ക് തരണമെന്നും അശ്വിൻ പറയുന്നു. എനിക്ക് പറ്റിയ 2 തെറ്റ്, ഒന്ന് നീയും ഒന്ന് കിരണുമാണ്. അവൻ എന്നെ കളഞ്ഞിട്ട് മറ്റൊരു ഫ്രണ്ടിനൊപ്പം പോയി. അതുകൊണ്ടാണല്ലോ കിരണും പ്രകാശുമാണ് എല്ലാം ചെയ്തതെന്ന് നിങ്ങൾ കരുതിയതെന്നും കൂടി അശ്വിൻ പറയുന്നു. എന്നിട്ട് അശ്വിനാണെങ്കിലോ എവിടെ എന്റെ കാശെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ കത്തിച്ചു കളഞ്ഞുവെന്ന് അഭിരാമി ദേഷ്യത്തിൽ പറയും. അത് കേട്ടതും അശ്വിന് വല്ലാതെ ദേഷ്യം വരും. അവൻ വീണ്ടും അഭിരാമിയെ ഉപദ്രവിക്കുകയാണ്. എന്നാൽ അഭിരാമിയാണെങ്കിലോ അവിടെ കിടന്നൊരു കേബിൾ കൊണ്ട് കുരുക്കിട്ട് അശ്വിനെ കെട്ടിത്തൂക്കുന്നു. അശ്വിൻ മരണപ്പെടും. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.